ഒന്ന് കണ്ണട വാങ്ങിക്കാം. പക്ഷെ മോനെയും കൂട്ടിയാണ് ഞാൻ കണ്ണട വാങ്ങിക്കാൻ പോണത്. അങ്ങനെ പോയപ്പോൾ അവനെല്ലാം സെലക്ട് ചെയ്തിട്ട് അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മ കണ്ണട വെക്കാനാണെങ്കിൽ സ്ഥിരം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ മാക്സിമം പോകാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല. എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോ ഒരു കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പൊ എപ്പോഴും അതും നോക്കി ഇരുന്ന് കഴിയുമ്പോ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണില്ല മോനെ എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നാ മേടിക്കണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ അപ്പോഴാണ് ഞാൻ ഓർക്കണേ എന്നാ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. എന്നാ കുറച്ച് കഴിയട്ടെ. അന്നേരം പറഞ്ഞ പൈസ 7,000 അങ്ങനെ 8,000. അപ്പൊ ഞാൻ ഓർത്തു, ഓ അടുത്ത മാസം സാലറി കിട്ടിയിട്ട് മേടിക്കാം. കാരണം നമ്മൾ ഈ പൈസ ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ, ഇത്രയും പൈസ മാറ്റണമല്ലോ, അടുത്ത പ്രാവശ്യം സാലറി കിട്ടിയിട്ട് വാങ്ങിക്കാം, അത്രയും നാളും കൂടെ അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ അംഗൻവാടിയിൽ വെച്ച് ഇങ്ങനെ ഒരു ക്ലാസ്. അത് എൻ്റെ പ്രിയപ്പെട്ട സുധിച്ചേട്ടനും സരിത മാഡവും കൂടി വന്നിട്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. സാറിനെ ഏൽപ്പിച്ച ക്ലാസ് ആണെങ്കിലും സാറിന്റെ അന്നത്തെ ബുദ്ധിമുട്ടും കൊണ്ട് അന്ന് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുചേട്ടനും സരിത മാഡവും കൂടെ വന്ന ക്ലാസ് എടുത്ത് അത് നമ്മൾക്ക് അത്രയും അട്രാക്റ്റീവ് ആയിരുന്നു. കാരണം എന്നും നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടായിരുന്നു എങ്കിലും ഒരു നമ്മളുടെ ഈ പ്രൊഡക്റ്റ് അറിയുമ്പോൾ കണ്ടറിയുമ്പോഴാണ് നമ്മൾക്ക് കറക്റ്റ് അതിന്റെ ഉപയോഗം എന്ത് എന്ന് മനസ്സിലാവണേ. അത് ഒരു മണിക്കൂർ ആ ക്ലാസ് ഉണ്ടായിരുന്നതിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഒരു പരീക്ഷണം പോലെ നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഒക്കെ കെട്ടിക്കൊടുത്ത ആൾക്കാർ പറഞ്ഞ റിസൾട്ട് അപ്പൊ തന്നെ ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഓർത്തു എന്നാ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചെങ്കിലോ. കാരണം ഒരു 10 മിനിറ്റും കൊണ്ട് ആ പുള്ളിക്കാരി എന്നും തലവേദന. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 4 ദിവസവും തലവേദനയാണെങ്കിലും വീട്ടിൽ റെസ്റ്റ് എടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ചെറിയ കുട്ടികളെ നോക്കണ്ടേ, ഒരാൾക്ക് ഒറ്റക്ക് മാനേജ് ചെയ്യൽ ഭയങ്കര പാടാണല്ലോ. രാവിലെ ആള് വരും, അംഗൻവാടിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും, എന്നാലും പറയും ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പൊ എനിക്കും അത് കാണുമ്പോൾ ബുദ്ധിമുട്ടാ. കാരണം അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കും വിഷമമാണല്ലോ. പക്ഷെ എന്നോട് പറഞ്ഞ് സിന്ധു ഞാനത് കെട്ടിയിട്ട് എനിക്ക് 10 മിനിറ്റും കൊണ്ട് ആ തലവേദന മാറി. പക്ഷെ എനിക്കത് പറയാനുള്ള മടിയും കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി, എന്നാ നമുക്കൊരു കാര്യം ചെയ്തെങ്കിലോ, നമുക്കിതൊന്ന് എടുത്തു നോക്കിയെങ്കിലോ എന്ന് എന്നോട് ഇങ്ങോട്ട് ആള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കും ഇങ്ങനെ കണ്ണിന് ബുദ്ധിമുട്ടുള്ളതല്ലേ, അപ്പൊ അത് മാറൂന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഉം, ഞാൻ പറഞ്ഞ് അയ്യോ കഴിഞ്ഞ ദിവസം തന്നെ കണ്ണട മേടിക്കാൻ പോയപ്പോ പൈസ ഇല്ല എന്നൊരു ഇതിൽ പോകുന്നതാണ്, എന്ത് ചെയ്യും. എന്തായാലും വേണ്ടില്ല, നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാം. യൂനുസാറ് പോലും ഓർത്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഒരു ദിവസം രണ്ടാമത്തെ ദിവസം വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അതൊരു പ്രൊഡക്റ്റ് വേണം, ഞങ്ങൾ അത് ബുക്ക് ചെയ്യാം, പൈസ ഇട്ട് തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് ബുക്ക് ചെയ്തു. അത് വാങ്ങി ഉപയോഗിച്ചിട്ട് എന്റെ കൂടെയുള്ള ആളാണ് സിനി. സിനി പറയുന്നത് എന്താന്ന് വെച്ചാൽ അന്ന് അതിനു മുമ്പുണ്ടായിരുന്ന തലവേദന ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. ആ തലവേദന എങ്ങോട്ടും പോയി എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. ആ സിറ്റുവേഷൻ അങ്ങനെ കഴിഞ്ഞപ്പോ ഞാൻ ഇത് വാങ്ങി ഉപയോഗിച്ചിട്ട് എനിക്ക് കണ്ണിന് പിന്നെ ആദ്യമൊക്കെ ഞാൻ കണ്ണ് വെള്ളം വെച്ചൊക്കെ കഴുകുമായിരുന്നു. ഇപ്പൊ അതിന് കുറച്ചൊക്കെ മടിയാണ്. എന്നാലും അത് മാറിയത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഞാൻ കഴുകാത്തത്. കാരണം രാജു സാർ ഇപ്പൊ അല്ല സലീമിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഉപയോഗിച്ചിട്ട് സ്ഥിരം നമ്മളിത് ഉപയോഗിക്കുന്നു, വെള്ളം കുടിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി കണ്ണൊക്കെ കഴുകുമായിരുന്നു. ഇപ്പൊ കുറവാണ്. ആ കണ്ണും മുഖവും കഴുകൽ മാത്രമാണ് കേട്ടോ കുറവുള്ളൂ. വെള്ളം കുടിക്കുന്നതോ പില്ലോ പാഡ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഇതോ ഒന്നും കുറവില്ല. അത് മാത്രം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നു എന്നൊരു ഇത്. മുഖം കഴുകൽ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം. പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എന്റെ ഈ നടുവേദന, മേലുവേദന അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറി. അപ്പൊ ഞാൻ പിന്നെ ഈ 8 മാസത്തിനിടയിൽ അതുപോലെ തന്നെ എനിക്ക് ഒരു
2 3 മാസം കൂടുമ്പോ ചുമ വരും. ആ ചുമ വന്ന ഒരു മാസം എനിക്ക് കംപ്ലീറ്റ് ചുമയാ. ഒരു മാസം, ഒരു 1.5 മാസം, 2 മാസത്തോളം കഴിയാതെ ആ ചുമ മാറില്ല. എന്ത് മരുന്ന് കഴിച്ചാലും മാറില്ല. മരുന്ന് മറ്റേ ഇംഗ്ലീഷ് മരുന്ന് എനിക്ക് കഴിക്കാനും പറ്റില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കം വരലും ക്ഷീണമാണ്. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കും. എന്തെങ്കിലും ആയുർവേദമൊക്കെ കഴിക്കാം, എന്തെങ്കിലുമൊക്കെ പച്ചമരുന്നൊക്കെ കഴിക്കാന്ന് വെച്ചാൽ ഇതിന് മടിയുമാണ്, സമയവുമില്ല, കഴിച്ചാലൊട്ട് മാറിയില്ല. ഇത് 1 1/2 മാസം ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകും എന്ന് ഇതായിരിക്കുന്നെ. പക്ഷെ ഈ 8 മാസമായിട്ടും എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഇടക്ക് ഒരു ചുമ വന്നിട്ടുണ്ട്. അത് വേറൊന്നല്ല, ഒരു ടൂർ പോയി എന്നും പറഞ്ഞ് പോയി കിടന്നിട്ട് പോയിട്ട് ഒരു 2 2.5 മണിക്കൂർ വെള്ളത്തിൽ കിടന്നതിന്റെയാണ് അത്. പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചേക്ക്, ഞാൻ മരുന്ന് കഴിച്ചത് മാറ്റില്ല. ഈ പില്ലോ പാഡ് യൂസ് ചെയ്തും വെള്ളം കുടിച്ചും ഒക്കെ തന്നെയാണ് ഇപ്പൊ ഒരു ഒരാഴ്ചയായി തുടരെ ഞാനിത് ഒക്കെ ഉപയോഗിച്ച് നല്ല മാറ്റം എനിക്കുണ്ട്. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ എന്റെ അവസ്ഥ. നേരത്തെയൊക്കെ ചുമ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും സംസാരിക്കൊന്നുമില്ലായിരുന്നു, കാരണം ഭയങ്കര ചുമയായിരിക്കും. പക്ഷെ ഇപ്പൊ അത് അങ്ങനെ മാറി കുറഞ്ഞിട്ടുണ്ട്. ഇത് എന്തായാലും ഞാൻ ഈ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിച്ച് ഇത് മാറും, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ആരും തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ മരുന്നും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കണില്ല. എല്ലാവരും റിസ്റ്റ് ബാൻഡ് ഒക്കെ കെട്ടാൻ ഇച്ചിരി മടിയാണ് മക്കൾക്കെങ്കിലും അവരെല്ലാവരും ആ വെള്ളവും കുടിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. അതുപോലെ ഞാൻ കൊടുത്ത് ഇത് എനിക്ക് കിട്ടിയ റിസൾട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് പേർക്ക് ഇത് കൊടുത്തു. കൊടുത്ത ആൾക്കാരൊക്കെ പറയുന്ന പോസിറ്റീവ് റിസൾട്ട് അത് നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് അവരനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് അവർക്ക് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടിയതെന്ന് അറിയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയ വരുമാനം, എന്റെ ചില ദിവസമൊക്കെ ചില മാസങ്ങളിൽ എനിക്ക് കിട്ടിയത്, എനിക്ക് ഒരു മാസം പണിയെടുത്തിട്ട് കിട്ടുന്ന ശമ്പളം ത്തിനേക്കാളും കൂടുതലായിരുന്നു ഒരാഴ്ച അല്ലെങ്കിൽ ഞാൻ 2 ആഴ്ച വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ വരുമാനം. അതിലും ഞാൻ ഹാപ്പിയാണ്. എല്ലാ രീതിയിലും സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മൾക്ക് ഇനിയും എല്ലാവർക്കും ഒരു കുടുംബം പോലെ ഞങ്ങളുടെ IPG ടീമിന് ഇതുപോലെ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്ത്, ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് യൂനുസ് സാറും, ഡാൻസ് സാറും, അഭിലാഷ് സാറും, സരിത മാഡവും, അങ്ങനെ എല്ലാവരും, ഗീത ചേച്ചി, പിന്നെ ഞങ്ങളോടൊപ്പമുള്ള എല്ലാവരും നമ്മളെ ഓരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തും ഉണ്ട്. ഇപ്പോ എന്റെ ടീമിലേക്ക് ബുഷ്ര, സുബൈർ, ജോയല്, അങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. എല്ലാവരും നന്ദി. താങ്ക് യു. ഓക്കെ ഓക്കെ. ഏറ്റവും വലിയ പ്രത്യേകത സത്യത്തിൽ നമ്മൾ പ്രൊഡക്റ്റ് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബയോട്ടോറിയം പ്രൊഡക്റ്റ് പറയുമ്പോൾ സെലീമൊക്കെ പറഞ്ഞ പോലെ ഭ്രാന്താണ് അങ്ങോട്ട്, അല്ലെ? ഉള്ളിന്ന് വരുന്നൊരു ഭ്രാന്താണ്, ഉള്ളിന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നുണ പറഞ്ഞ് ചെയ്യണ്ടെന്ന്, ഉള്ളത് പറഞ്ഞാൽ പോലും തീരില്ല. അപ്പൊ എത്രമാത്രം പറഞ്ഞാലും തീരാത്തൊരവസ്ഥയാണ്. ഇത് എവിടെ നിർത്തണം എന്നുള്ളൊരു ചിന്തപ്പാട് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ ആരോട് ഇത്ര തീർക്കണം എന്ന് കമ്പൽസറി പറയാത്താണ്. ഓക്കെ, അടുത്ത ആള് വരൂ. ഹലോ, ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ആദ്യമേ പറയണം എന്ന് വിചാരിച്ചു, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പൊ യുദ്ധ മേഖലയില് എല്ലാവരും സംഘർഷഭരിതമായ ഇന്ത്യയിലെ നോക്കിക്കണ്ട് എല്ലാ ന്യൂസും വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന ഒരു സമയം. എന്നാൽ നമ്മുടെ ഈ ബയോട്ടോറിയത്തിലെ ഒരു മെമ്പർ യുദ്ധമേഖലയിൽ തന്നെ താമസിക്കുന്ന ഒരു മെമ്പറുണ്ട്. എൻ്റെ ഡൗൺലൈനാണ്, വസന്തകുമാരി എന്ന് പറയും. അവരുടെ എല്ലാ ഇന്നും ഉണ്ടെന്ന് സൂമിലുണ്ട്, പക്ഷെ ഫേസ് കാണിക്കത്തില്ല. അവരുടെ 2 മക്കളും ഡോക്ടേഴ്സാണ്, മിലിറ്ററി ഡോക്ടേഴ്സാണ്, മിലിറ്ററി ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പൊ അവര് നമ്മുടെ കാശ്മീരിന്റെ ഈ യുദ്ധം നടക്കുന്നതിന്റെ ബൗണ്ടറിയിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവർ താമസിച്ചുകൊണ്ടിരുന്ന ഭാഗത്തെല്ലാം ഈ ഷെല്ലാക്രമണവും ബുദ്ധിമുട്ടും എല്ലാം പാകിസ്ഥാന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ വസ്തുവന്മാരെ വിളിച്ചപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു, എന്താ ഇനി മറുപടി കേൾക്കാനിരിക്കുന്നത്. 1-2 പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പക്ഷേങ്കിൽ മെസ്സേജ് ഇട്ടിട്ട് രാത്രി പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് ഇട്ടു, അവർ സേഫ് ആണ്. കറക്റ്റ് ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേ ദിവസം അവർക്ക് ട്രാൻസ്ഫർ കിട്ടി. അവർക്ക് ട്രാൻസ്ഫർ ഓൾറെഡി കിട്ടി, അവർ ഷിഫ്റ്റ് ചെയ്തു തലേ ദിവസം.
നോക്കണേ, ദൈവം ചെയ്യുന്ന വലിയൊരു ഉപകാരം നോക്കണേ. അപ്പൊ അവരുടെ ആ സൈറ്റിൽ നിന്ന് തലേദിവസം ജാർഖണ്ഡിൽ നിന്ന് അവിടുന്ന് ഒത്തിരി 100 കിലോമീറ്റർ, അതും ഒരു ബൗണ്ടറിയാണ്. പക്ഷേങ്കിൽ അത്ര രൂക്ഷമായ പ്രശ്നങ്ങളില്ല. ഇവര് രൂക്ഷമായ പ്രശ്നം നടക്കുന്ന കാശ്മീരിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വേറെ ജാർഖണ്ഡിലോട്ടോ എങ്ങാണ്ട് അവരുടെ മക്കൾക്ക് 2 പേർക്കും ട്രാൻസ്ഫർ കിട്ടി, ഇവർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അവര് സേഫാണ്. പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നേരത്തെ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് ഭയങ്കര രൂക്ഷം. അവർ താമസിച്ചായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നേന്. അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. തീർച്ചയായിട്ടും അത് നമ്മുടെ ഫാമിലി മെമ്പർ ആണല്ലോ വസന്തകുമാരി. ആ വസന്തകുമാരി ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുമായിരുന്നു, തീർച്ചയായിട്ടും ഒരു അമ്മ എന്നുള്ള രീതിയിൽ മരുമോളും മോളും മരുമോനും 2 പിള്ളേരും ഉണ്ട്. അപ്പൊ ഈ വസന്തകുമാരിയാണല്ലോ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവർക്ക് ഈ ടെൻഷനും വറീസും ഒക്കെ കാണും. ഈ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് അവർക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ആ ടെൻഷനും പ്രയാസവും ഒക്കെ ഒത്തിരി സെൽഫായിട്ട് റിലീഫ് ചെയ്യാനായിട്ട് സാധിക്കും. വസ്തുമാരി കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രൊഡക്റ്റ് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ശക്തീകരിക്കും എന്നുള്ളത് കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം ഉപയോഗിച്ചത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി, അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അവരെ ഓർക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. അടുത്തയാള് സാറ് പറഞ്ഞ വലിയൊരു പോയിന്റ് അല്ലേ? കാരണം യുദ്ധമുനയില് സംഘർഷാവസ്ഥയിൽ നിൽക്കുമ്പോഴും മാനസികമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപകരിക്കുന്നു എന്നുള്ളത്. അപ്പൊ എത്ര ഡ്രസ്സുകൾ നിൽക്കുന്ന ഒരു വ്യക്തിക്കും. ഹലോ, കേൾക്കാം? ക്ലിയർ ആണോ വോയിസ്? പിന്നെ പക്ക ക്ലിയർ. ഞാൻ വീഡിയോ ഓൺ ആക്കണില്ല, ചിലപ്പോ കട്ടായി പോകും. ഓക്കെ, എന്റെ പേര് സരിത എന്നാണ്. ഇപ്പൊ 2-3 പ്രാവശ്യം 2-3 ലീഡേഴ്സ് ഒക്കെ ഇവിടെ എന്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ക്ലിയർ ആവുമായിരിക്കും എല്ലാവർക്കും. ഞാൻ കാക്കനാട് പടമുകളാണ് താമസിക്കുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സലീമിക്ക് പ്രത്യേകം ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ ഞാന് ബയോട്ടോറിയത്തിലേക്ക് 2 വർഷമായിട്ട് ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും പറഞ്ഞേക്കണതാണ്, കേൾക്കാത്ത പുതിയ ആൾക്കാരുണ്ട് ഇതില്, അതുകൊണ്ട് ഒന്നുകൂടി പറയാം. എനിക്ക് ആർത്രൈറ്റിസിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് സന്ധിവാതത്തിന്റെ രൂപത്തിലായിരുന്നു എനിക്ക് ആർത്രൈറ്റിസ് വന്നത്. അപ്പോൾ ജോയിന്റ് ഒക്കെ വളരെ പെയിൻ ആയിട്ട്, മൂത്ത മോന്റെ ഡെലിവറി കഴിഞ്ഞ് അവന് 1 വയസ്സായപ്പോ തുടങ്ങിയ പ്രശ്നമാണ്. ചെറുതായിട്ട് കൈയുടെ തള്ളവിരലിന്റെ താഴെ ഒരു ജോയിന്റിലായിട്ടൊരു വേദന, അങ്ങനെയാണ് തുടക്കം. അതത്ര കാര്യമാക്കിയില്ല, ചെറിയൊരു വേദന പോലെ വന്നു. പിന്നെ ഇത്തിരി അത് വേദന കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കൈ കൊണ്ട് കൊച്ചിനെടുക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടെ ബ്ലഡ് ക്ലോട്ട് ആയേക്കാണെന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ബ്ലഡ് ക്ലോട്ട് ആയ പിന്നെ അങ്ങനെ അതാണല്ലോ അടുത്തൊരു സൊല്യൂഷൻ അവർക്കടെ. അപ്പൊ അലോപ്പതിയിലെ അപ്പൊ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കൊണ്ടു. പിന്നെ അത് ആ ഇഞ്ചക്ഷൻ കാരണം കൈയൊക്കെ കെട്ടി വെച്ച് ഏതാണ്ട് ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ട പോലെ കൈയൊക്കെ കെട്ടി വെച്ചേക്കണായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കൊച്ചിന്റെ കാര്യം നോക്കാൻ പറ്റില്ല, കൊച്ചിനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാന് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. കാരണം ഇവിടെ നിർത്തി കഴിഞ്ഞ് ഇവിടെ ആരും ചെയ്തു തരാനില്ല, ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ, കൊച്ചിന്റെ കാര്യം. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി. അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഓരോരോ ജോയിന്റിനൊക്കെ വേദന, കൊച്ചു വേദനകൾ വന്നു തുടങ്ങി. അപ്പൊ എന്താണെന്നുള്ളതൊരു മനസ്സിലായില്ല. പിന്നെ ശരീരമൊക്കെ വല്ലാതെ അങ്ങ് നീര് വെച്ച് ഇതായി. പെട്ടെന്ന് തന്നെ വേദന ശരീരം മൊത്തം വ്യാപിച്ചു എന്നുള്ളതാണ്. എല്ലാ ജോയിന്റിലേക്കും ആ വേദന വ്യാപിച്ചു. അപ്പൊ പല ഹോസ്പിറ്റലുകൾ മാറി നോക്കി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ഉള്ളത് ഒരു ഡോക്ടർമാരും പറയണില്ല. എന്താണ് ഈ വേദന, അത് എന്തിന്റെ ആണെന്ന് ഒന്നും പറയുന്നില്ല. കാരണം ബ്ലഡ് റിസൾട്ടില് ആർത്രൈറ്റിസിന്റെ ഒരു ഇതും കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് എന്താ ഈ വേദന എന്ന് മാത്രം പറയാൻ പറ്റണില്ല എന്നോട്. അങ്ങനെ അവര് പെയിൻ കില്ലർ തന്നെ തന്നോണ്ടിരുന്നു. വേറെ മെഡിസിൻ ഒന്നും ഇല്ലല്ലോ, നമുക്ക് വേദന ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ആ മെഡിസിനൊക്കെ കഴിച്ചു. പക്ഷെ യാതൊരു പ്രശ്നം ഉണ്ടായില്ല. കുറേ പൈസയൊക്കെ ഇങ്ങനെ അതിക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് തീരെ വയ്യാതെയായി, ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി. അപ്പൊ പിന്നീട് ഞാനൊരു 18-19 വർഷത്തോളം, ഈ 2 വർഷം മുമ്പ് വരെ ഡോക്ടർ നമ്മുടെ എറണാകുളം കൃഷ്ണ ഹോസ്പിറ്റലില് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ട്, ഡോക്ടർ വേണുഗോപാൽ. ആ ഡോക്ടറെയാണ് പിന്നെ ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു മാസം മുമ്പ് 16-18 രൂപയോളം മെഡിസിന് വേണ്ടി വന്നു. അങ്ങനെ 10-18 വർഷത്തോളം ഒരു മാസം 18 രൂപ വെച്ചപ്പോ എന്തോരം പൈസ ഞാൻ തിന്നു കൂട്ടിയിട്ടുണ്ടാവും എന്ന് കണക്ക് കൂട്ടി എടുത്തോട്ടോ.
അപ്പൊ അങ്ങനെ ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്തോ ഒരു ഭാഗ്യവശാല് നമ്മുടെ ഡാൻസ് സാറിന്റെ ഒക്കെ കയ്യിലേക്ക് എത്തി. അതുവഴി യൂനസ് സാറിലേക്ക് വന്നു. യൂനസ് സാറ് എനിക്ക് അന്നേ പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പ്രശ്നങ്ങളെല്ലാം സാറിന് അറിയായിരുന്നു. അങ്ങനെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ആദ്യം ഇതുപോലെ ഇങ്ങനെ മാറുമോ, കാരണം 10-18 വർഷത്തോളമായിട്ട് നമ്മൾ ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം കഴിച്ചാൽ അല്ല ഈ സാധനം ഉപയോഗിച്ചാൽ മാറുമോ എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും. കാരണം ഞാൻ കിടന്നു വരെ പോയതാണ്, എന്നിട്ട് പോലും ഒന്നും ചെയ്യാം. ഈ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ റിസൾട്ട് ഒന്നുമില്ല, അതിലൊന്നും കാണിക്കുന്നില്ല എന്താന്ന്. പക്ഷെ ഡോക്ടർക്ക് മനസ്സിലായി ഇത് ഡോക്ടർ ഇങ്ങനെ വർഷങ്ങളായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പൊ ഇങ്ങനെ ആർത്രൈറ്റിസിന്റെ തന്നെയാണെന്ന് വെച്ച് 4 കിറ്റ് മരുന്നാണ് ഞാൻ ഒരു പ്രാവശ്യം പോകുമ്പോൾ തന്നുവിടുക. 4 കിറ്റ്. ആ എന്തോ പച്ചക്കറി കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വന്ന പോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. അപ്പൊ ആ മെഡിസിൻ മുഴുവനും കഴിക്കണം, ഭക്ഷണം കഴിക്കല് കുറവാ. അങ്ങനെ അപ്പൊ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നു ആദ്യം. പിന്നെ ഒരുപാടൊന്നും ഞാൻ റിജക്ട് ചെയ്യാൻ നിന്നില്ല, കാരണം നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ എന്നെ ഒരു ഡാൻസ് സാറ്, അഭിലാഷ് സാറ്, സുധി സാറ്, യൂനസ് സാർ എല്ലാരും കൂടി ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് വന്നു. സംസാരിച്ചു. അപ്പൊ തന്നെ ഹസ്ബൻഡ് പൈസ എടുത്തു കൊടുത്ത് സാധനം മേടിച്ചു കേട്ടോ. ഒരുപാടൊന്നും റിജക്ട് ചെയ്യാൻ നിന്നില്ല, കാരണം ഇത്രയും കാശ് മുടക്കിയില്ലേ. പിന്നെ ഇപ്പൊ ഒരു 16,500 രൂപ, അന്ന് 14 സംതിങ് അല്ലേ ഉണ്ടായുള്ളൂ. അത് കൊടുത്ത് പ്രോഡക്റ്റ് മേടിച്ചു. 12 രൂപ. ആ അപ്പൊ അന്ന് അത് മേടിച്ചു. അത്രയും ലക്ഷങ്ങൾ മുടക്കി കൊടുത്ത് ഇനി ഇപ്പൊ 12,000 രൂപ മുടക്കിയാൽ എന്താ പ്രശ്നം? അപ്പൊ പിന്നെ അത് മേടിച്ചു. പക്ഷെ എന്തോ ഒരു ദൈവാനുഗ്രഹം, യൂനസ് സാറിന്റെ ദൈവാനുഗ്രഹവും പ്രൊഡക്റ്റിന്റെ ദൈവാനുഗ്രഹവും എന്റെയും ഒരു ദൈവാനുഗ്രഹവും കൊണ്ട് എനിക്ക് അതിൽ നിന്നൊക്കെ ഇന്ന് കാണുന്ന എന്നിലേക്ക് വന്നു. എന്റെ പഴയ ഫോട്ടോസ് ഒക്കെ എല്ലാരും കാണുന്നുണ്ടാവും, കണ്ടിട്ടും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇപ്പൊ എല്ലാവരും ബയോട്ടോറിയത്തിലെ എല്ലാവരും പറയും ഒരുപാട് മാറിപ്പോയി, ഒരുപാട് മാറിപ്പോയി എന്ന്. അത് ഇത് ശരിക്കും ഈ ദൈവാനുഗ്രഹമുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ പിന്നെ എന്റെ അമ്മയ്ക്ക് ഈ പറഞ്ഞമാതിരി നടുവിന് ഇത് തേയ്മാനം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞമാതിരി വേദന ഇല്ലാത്തത് കൊണ്ട് മാത്രം അമ്മ ശ്രദ്ധിച്ചില്ല, മനസ്സിലായില്ല. പിന്നെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കുനിഞ്ഞപ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് നടുവേദന വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ സ്കാൻ ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞു, എക്സ്റേ എടുത്തപ്പോ തേഞ്ഞ് കുറച്ച് ഭാഗം തീർന്ന്. എന്നിട്ടും അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു ഈ വേദന ഇല്ലാതിരുന്നത് അമ്മച്ചിയുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അന്നേരം കുറെ ഗുളിക, അപ്പൊ അമ്മേനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ തേയ്മാനമാണ്, കുറെ മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ ഒന്നും ചെയ്യണ്ട, ഞാനൊരു സാധനം കൊണ്ടുതരാം, അമ്മ അതിലങ്ങോട്ട് ഉപയോഗിച്ച് കിടന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ആ പ്രോഡക്റ്റ് ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അത് അമ്മ നടുവിന് ആ പില്ലോ പാഡ് പകലെങ്ങും പോണില്ല. അപ്പൊ നടുവിന് വെച്ചിട്ട് അമ്മ ഒരു ഷോള് വെച്ച് കെട്ടിയിട്ടാ വീട്ടിൽ നടക്കുക. പിന്നെ രാത്രി അത് അഴിക്കൂല ശരീരത്തിൽ നിന്ന്. അപ്പൊ ഞാൻ എപ്പോഴും കൈമാ റിസ്റ്റും കെട്ടും, പിന്നെ കിടക്കുന്നത് ബെഡിൽ വെള്ളം എപ്പോഴും കുടിക്കും. അങ്ങനെ അമ്മയ്ക്ക് ആ പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. അമ്മ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിന്നെ കുടുംബശ്രീ വഴിയൊക്കെ ടൂറൊക്കെ പോയി അമ്മ വിളിച്ച് ചോദിക്കും, എടി അതിരപ്പള്ളിക്കൊക്കെ ടൂർ കൊണ്ട് പോവാൻ പറ്റുമോ എനിക്ക്? അമ്മ ധൈര്യമായിട്ട് പോക്കോ, ആ സീറ്റേല് ഇത് വാട്ടർ എനർജി പാഡ് ചാരി വെച്ചിരുന്നോളണം, വെള്ളം കുപ്പി കയ്യിലെടുത്തോളണം, റിസ്റ്റ് കൈമ കെട്ടിക്കോളണം, അമ്മ ധൈര്യമായിട്ട് പോക്കോ അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പോയി അവിടെ ഒക്കെ കയറി ഇറങ്ങിയൊക്കെ നടന്നു വന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഒത്തിരി ഒത്തിരി റിസൾട്ട് നമ്മൾ കൊടുത്ത ആൾക്കാർക്ക് ഉണ്ട്. അതെല്ലാം കൂടി പറയാൻ നമുക്ക് നേരമില്ല. അപ്പൊ എന്തായാലും എനിക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്ന യൂനസ് സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ, സാഗർ ജോർജ് സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ പോരാടുന്ന എല്ലാ ജവാന്മാരെ നമ്മൾ സ്മരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾ ബയോട്ടോറിയം ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ഇതേ രീതിയിലാണ് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ 6 AM ക്ലബ്ബ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 7 മണിക്ക് നിർത്തുന്നതാണ്. എന്നാൽ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് നമ്മൾ ഉപയോഗിച്ച റിസൾട്ടുകളും കൊടുത്ത റിസൾട്ടും പറയുന്നത് കൊണ്ട് ഒരു 7:30 വരെ നമ്മൾ പോകാറുണ്ട്. അടുത്ത ആരെങ്കിലും ജസ്റ്റ് ഒരു കാര്യം. ഗുഡ് മോർണിംഗ്. യെസ് ഗുഡ് മോർണിംഗ്. സാബു ബാംഗ്ലൂരിൽ നിന്നാണ്. പറയൂ സാർ. ഞാൻ സാറിനൊക്കെ അപ്പോഴൊക്കെ കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് യൂനി സാർ. അടിപൊളിയായിട്ട് എല്ലാ സ്പീച്ചും, സാറിന്റെ സ്പീച്ചൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സാറിന്റെ പ്രോഗ്രാം ഉള്ളപ്പോൾ ഞാൻ മിസ്സാക്കാറില്ല. എന്നെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി എന്റെ പെണ്ണുമ്പിളയാണ്, ഇപ്പൊ എന്റെ ഭാര്യയാണ് ഇപ്പൊ വിളിക്കാൻ പറഞ്ഞത്. സാറേ ഞാന് 35 വർഷമായി എനിക്ക് മാരേജ് ആയി.
അപ്പൊ ആ എന്നെ കുറിച്ച് എന്റെ ഭാര്യ ഒരു കുറ്റം പറയണമെന്ന് പറഞ്ഞു, അതിനു വേണ്ടി വിളിച്ചതാണ് കേട്ടാ. ഒന്ന് പറഞ്ഞു ഓക്കെ 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 സാറേ ഗുഡ് മോർണിംഗ് സാറേ. യെസ്, ഗുഡ് മോർണിംഗ് പറയൂ. ഈ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും രാവിലത്തെ ഗുഡ് മോർണിംഗ്, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഞാന് ഓക്കെ. ഞങ്ങള് 33 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. അമ്മയും പറയാൻ കേൾക്കണ്ട, ഏ അമ്മയും കേൾക്കണ്ട്. കേക്കട്ടെ, എനിക്കൊരു ഓക്കെ ഓക്കെ വിഷയമല്ല. ഓക്കെ എന്റെ അമ്മ ഓക്കെ കേൾക്കാൻ ഓക്കെ. വേണ്ടിട്ടാ പറഞ്ഞോണ്ടിരിക്കണത്. ഓക്കെ 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 പറഞ്ഞു. ദൈവ അനുഗ്രഹം എന്ന് പറഞ്ഞത്, ഞാൻ ഈ ബയോട്ടോറിയന്റെ മാട്രസ് മേടിച്ചത് കൊണ്ട് അമ്മയ്ക്കും താങ്ക്സ് പറയണം, സാറിനും താങ്ക്സ് ഓക്കെ, പറയണം. പക്ഷെ അതിനല്ലാതെ ഞാൻ ദൈവത്തോടാ താങ്ക്സ് പറയേണ്ടത്. ദൈവം അതിനെ ഞങ്ങളുടെ കയ്യിൽ തീർച്ചയായും എത്തിച്ചു കൊടുത്തു തീർച്ചയായും അമ്മ കാരണം. തീർച്ചയായും തീർച്ചയായും. അതുകൊണ്ട് നന്ദി പറയണം. പക്ഷെ എന്റെ ഭർത്താവിനെ കൊറട്ട എന്ന് പറഞ്ഞ ഒരു സാധനം 32 കൊല്ലം ഞാൻ ഒരുപാട് സഹിച്ചു സാറേ. ആ പല സമയത്ത് ഞാൻ പാതിരാത്രിക്ക് എഴുന്നേറ്റ് വേറെ മുറിയിൽ വന്ന് കിടന്നിട്ടുണ്ട്. പുള്ളി നല്ല പണി അധ്വാനിച്ചിട്ട് വന്ന് കിടക്കുമ്പോ ഭയങ്കര കൊറട്ട, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങോട്ട് മാറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ദൈവ അനുഗ്രഹം കൊണ്ട് ഈ മാട്രസ് യൂസ് ചെയ്ത് ഞങ്ങൾ ഈ വെള്ളവും പിന്നെ റെസ്റ്റ് ബാൻഡ് ഒക്കെ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആ കൊറട്ടയുടെ ശബ്ദം ശരിക്കും പറഞ്ഞാൽ 1 കൊല്ലം 4 മാസമായിട്ട് കൊറട്ട ഇല്ല സാറേ. ദൈവം അത് വളരെ ഒരു അത്ഭുതമായിട്ട് ചെയ്തു ഓക്കെ കൊടുത്തു. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, ദൈവ അനുഗ്രഹം ഉള്ളവർക്ക് ഈ സാധനം അവരുടെ കയ്യിൽ എത്തിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ സാറേ പ്രാർത്ഥന. പിന്നെ അതേപോലെ ഓക്കെ എനിക്ക് ഓക്കെ ഓക്കെ. ഒരു 25 കൊല്ലമായിട്ട് ബാക്കിൽ ഒരു ഞാൻ ബാത്റൂമിൽ തെന്നി വീഴുന്നതാണ്. വീണിട്ട് 2-3 പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു പ്രാവശ്യം വീണിട്ട് എനിക്ക് ശരിക്കും എല്ലിനെ നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ മരുന്നൊന്നും മേടിക്കാതെ തന്നെ കുറെ ഈ തേക്കാനോ ഈ തൈലങ്ങളും എണ്ണ അങ്ങനെയൊക്കെ എല്ലാം ഉപയോഗിച്ചാണ് ഞാനത് കുറച്ച് ദിവസം മക്കളോടും അച്ഛനോടും പറയാറില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ ആശുപത്രി പോകണമെന്ന് പറയും. അങ്ങനത്തെ അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് ആ നടുവിന്റെ വേദന ഇപ്പൊ ശരിക്കും എനിക്ക് നല്ലപോലെ ഒരു റിലീഫുള്ള ഫീൽ ഞാൻ ചെയ്യുന്നുണ്ട് സാർ. അതുകൊണ്ട് അത് പറയണമെന്ന് ഓർത്തു. അടിപൊളി അതുകൊണ്ടാണ് അടിപൊളി വിളിച്ചത്. അടിപൊളി. ഓക്കെ ഓക്കെ. ദൈവാനുഗ്രഹം ഈ വെച്ച് എനിക്ക് അങ്ങനത്തെ ഒരു വേദന ഒന്നുമില്ല. ഞാൻ മിക്കവാറും എല്ലാവരോടും പറയണുണ്ട് ഈ സാധനം ദൈവം ബ്ലെസ്സിങ് ഉള്ളവർക്ക് കയ്യിൽ കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ സാറേ പ്രാർത്ഥന. തീർച്ചയായും തീർച്ചയായും. അമ്മ താങ്ക് യു നല്ല താങ്ക് യു. ചിരിയൊക്കെയുണ്ട്. അതെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മച്ചി ആണ് ദൈവാനുഗ്രഹം ഉള്ളവർക്ക് ഇത് കിട്ടുള്ളൂ കയ്യിൽ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാറ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറയൂ സാർ. ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞു, നിങ്ങളുടെ ഗുരട്ടയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. 10-32 ഓ വർഷം ഞാൻ അനുഭവിച്ച് സഹിച്ചതല്ലേ സാറേ, അതൊക്കെ ഓടിപ്പോയി സാറേ. ഓക്കെ അത് ഓക്കെ, ഓടിപ്പോയി. അടിപൊളി. ഈ അയ്യോ, നമുക്ക് കുരട്ടെ ഞാൻ എന്ന് പറഞ്ഞത് 10,000 ചുമയാണോ കിലോ വെച്ചിട്ടുണ്ട്. കൂർക്കം? ചുമയല്ല, അത് കൂർക്കമ്പലി. കൂർക്കമ്പലി കൂർക്കമ്പലി ഓ കൂർക്കമ്പലി കൂർക്കമ്പലി. ഓക്കെ ഓക്കെ ഓക്കെ. കൂർക്കം അത് ഭയങ്കര ബാംഗ്ലൂരിൽ നിന്ന് സംസാരിക്കണം. കൂർക്കമ്പലിയാണെന്ന് പറയണ. ഹലോ. എന്റെ പേരക്കിടാവേ ആ അമ്മ അവരുടെ അമ്മൂമ്മ അടുത്ത് ചോദിക്കും, നമ്മൾ എന്താണ് ഇത് എഴുന്നേറ്റ് രാത്രി അവൻ ഉറക്കം പോകുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തോട്ട് പോകാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ. എനിക്ക് വളരെ നാണക്കേടായി ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. അത്രയ്ക്കും അതാണ് ഒരു ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് എന്തിനൊക്കെ റിസൾട്ട് കിട്ടണമെന്ന് പറയാൻ പറ്റുന്നില്ല. നമുക്ക് ബോഡി മെറ്റബോളിസം കറക്റ്റ് ചെയ്യും എന്ന് മാത്രം ഒറ്റയടിക്ക് പറയാൻ പറ്റുള്ളൂ. ഉപയോഗിക്കുക, എവിടേക്കാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരം തന്നെ ഒരു ഡോക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അതെ അതെ നമ്മൾ അതെ ഭക്ഷണം കൊടുക്കുമ്പോൾ ശരീരം കറക്റ്റാക്കി തരുന്ന പോലെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഓർഗൻസിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ ഇത് പ്രവർത്തിക്കുന്നത് അവിടെ പോയി ഇതാണ്ട് പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതെ അതെ. ഇന്ന കാര്യത്തിന് കിട്ടുമെന്നല്ല പറയണത്, എല്ലാത്തിനും കിട്ടുകയാണ്. കാര്യത്തിലും അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എനിക്കുണ്ടായിരുന്ന അതൊക്കെ മാറി. അത് ഓക്കെ മാറി. ഓക്കെ. പിന്നെ ഈനോ ഞാനൊരു 10,000 ഈനോ കഴിച്ചിട്ടുണ്ട് 8 വർഷം. ഓ 10,000 ഈനോ 10,000 ഈനോ കഴിച്ചിട്ടുണ്ടാവും ദഹനശേഷിക്ക് വേണ്ടി. ഓ ഇന്ന് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ട് 2 വർഷമായിട്ട് എനിക്ക് ഇന്ന് വരെ ഞാൻ അത് എടുത്തിട്ടില്ല. പിന്നെ ഓക്കെ ഇതൊക്കെ ഓക്കെ വളരെ ഓക്കെ. ഇതൊക്കെ എനിക്ക് എന്റെ അമ്മച്ചി എന്റെ ഗുരുനാഥൻ സജീവൻ സാറാണ് ഇത് എനിക്ക് ചെയ്തത്. പക്ഷെ അമ്മച്ചാണ് തന്നതെങ്കിലും വളരെ അതെ സജീവൻ സാർ ഇതേ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു, കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നു. വളരെ നന്ദി സജീവൻ സാറിനും എന്റെ ഗുരുനാഥൻ തന്നെ എന്തായിരുന്നാലും, വയസ്സിൽ ചെറിയ ആളാണെങ്കിലും. ഓക്കെ, ഓക്കെ താങ്ക് യു സാർ, ഓക്കെ വളരെ ഓക്കെ നന്ദി. ഓക്കെ ഓക്കെ. ഇതൊക്കെയാണ് നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കാര്യമാണ് ബയോട്ടോറിയം. കാരണം ഒരു ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നമ്മൾ ഇരിക്കുന്നതും. അതുകൊണ്ട് മാക്സിമം ആളിലോട്ട് നമ്മളെല്ലാവരും എങ്ങനെയൊക്കെ ഇത് എത്തിക്കാൻ ശ്രമിക്കുന്നു അതനുസരിച്ച് എത്തിക്കാൻ ശ്രമിക്കണം. നല്ല പ്രാർത്ഥനകൾ കിട്ടും. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞ ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം പറയാം. ഒരുപാട് ആൾക്കാർക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് 16-ന് നിലമ്പൂരുള്ള എൻ്റെ ഒരു സുഹൃത്തിന്, അളകാപുരി ഹോട്ടലിലെ കാഷ്യറാണ് അദ്ദേഹം. കുറെ നാളുകളായിട്ട് അദ്ദേഹം
കുറെ നാളുകളായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. വെരിക്കോസുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. 28 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി. അതിനപ്പുറം കഴിഞ്ഞ മാർച്ച് 16 അവരുടെ അമ്മ സ്ട്രോക്ക് വന്ന് വീണു. അങ്ങനെ വീണിട്ട് ഡോക്ടറെ കണ്ട് എല്ലാ ചികിത്സയും നടത്തി, കണ്ണിന്റെ ചികിത്സയൊക്കെ നടത്തി. നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളിൽ കേട്ടതാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, പേപ്പർ കത്തിച്ചാൽ എത്രത്തോളം കരിയുണ്ടോ അതുപോലെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇനി ഒരു കാലഘട്ടത്തിലും അമ്മയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഡോക്ടറുടെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് സുനിൽ സാറ് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, യൂണിസിക്ക് എങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ ആവണ്ട, എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ അത് ഉപയോഗിക്കുന്നത് നിർത്തുക, എന്നിട്ട് അമ്മ ഡിസ്ചാർജ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കുക, അമ്മ ഉപയോഗിക്കട്ടെ, നമുക്ക് പിന്നീട് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു. 4ാമത്തെ ദിവസം രാവിലെ 11 മണിക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു വന്നു എന്നുള്ളത് നമ്മൾ ലൈവ് പുള്ളിയിൽ നിന്ന് എല്ലാവരും കേട്ടതാണ്. അതിനപ്പുറം ഞാൻ എന്റെ പേര് യൂനിസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹം ഒരു ഹിന്ദു മത വിശ്വാസിയാണ്. അവർക്ക് റിസൾട്ട് കിട്ടിയിട്ട് അന്ന് അവിടെ അദ്ദേഹത്തിന്റെ വീട്ടുകാരും അയൽക്കാരൊക്കെ ഒരുമിച്ച് കൂടുകയും കരച്ചിലും പിരിച്ചിലും ബഹളമൊക്കെ ആയി. വൈകിട്ട് ദീപം തെളിക്കുന്ന സമയത്ത് എന്റെ പേരും പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞാണ് അവർ കരയുന്നത്. കാരണം എനിക്ക് അവരെ അറിയില്ല, ജസ്റ്റ് സുനിൽ സാറിന് മാത്രമേ ഇവിടെ അറിയുള്ളൂ. എന്റെ പേരും പറഞ്ഞ് ദീപം കത്തിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിച്ചുവെങ്കിൽ അത്ര മനുഷ്യത്വം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ അത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞ് കണ്ടിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരച്ചിൽ വിടുന്നുണ്ടായില്ല. ഓട്ടോമാറ്റിക് ഇത്രയൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഞാൻ പോലും കരഞ്ഞു പോയി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര മിറക്കിള് നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്തായാലും വളരെ സന്തോഷം. ഈ ഇന്ദിരമ്മയുടെ എന്താ കുറെ നേരമായിട്ട് ഞാൻ കാണാൻ ശ്രദ്ധിക്കുന്നു, കയ്യിൽ വലിയ കെട്ടൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ കേൾക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, പറയ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഗീത സുരേഷ്. ഞാൻ എടത്തല പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് യൂനിസ് ബായി ആണ്. യൂനിസ് ബായി കളമശ്ശേരി, എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. എന്നാലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ എന്റെ റിസൾട്ട് ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും പുതിയ ഇപ്പൊ ഇതില് എന്തോരം പേര് റിസൾട്ട് പറഞ്ഞു. ആദ്യം സാറ് പറഞ്ഞില്ലേ, സൂമിൽ കയറി റിസൾട്ട് കേട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇത് വാങ്ങിക്കാൻ തോന്നിയത് എന്ന് പറഞ്ഞ പോലെ പുതിയ ആൾക്കാർ നമ്മുടെ റിസൾട്ടുകൾ കേൾക്കട്ടെ. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. ഞാനും ഒരു ഷുഗർ പേഷ്യന്റും അങ്ങനെ പല അസുഖങ്ങൾക്കും അടിമയായിരുന്നു. അതിലൊക്കെ ഉപരി ഇപ്പൊ ഞാൻ ഓക്കെയാണ് എല്ലാം കൊണ്ടും ഈ ബയോട്ടോളത്തിലൂടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ശ്വാസമുട്ടലിനെ മറ്റേ ഈ എന്താ പറയുക, കുറുക്കമ്പലി, ഈ പറഞ്ഞ മാതിരി ഞാനും എന്റെ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് മാറി കിടന്നിട്ടുണ്ട്. അത്ര ഭയങ്കര കുറുക്കമ്പലിയായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു റിസൾട്ടാണ് അത്. അദ്ദേഹത്തിന്റെ കുറുക്കമ്പലി മാറിയത്. ചിലപ്പോഴൊക്കെ അങ്ങ് കൂർക്കം വലിച്ച കുറച്ച് മാനം കണ്ട് കിടക്കും. അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവം എന്ത് പറ്റി, ഉറക്കമാണെങ്കിലും ഇടയ്ക്ക് കുലുക്കി നോക്കും. അപ്പൊ വേഗം തന്നെ എണീറ്റ് ചോദിക്കും, എന്തിനു കുലുക്കി? അപ്പൊ ഞാൻ നിങ്ങളുടെ സൗണ്ട് കേൾക്കണില്ല, അതാ. അത്ര ഭയങ്കരം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങ് ഭയങ്കര കുറുക്കമ്പലി. എന്റെ ദൈവമേ, ഇപ്പൊ ആ മനുഷ്യന് കൂർക്കമ്പലി ഇല്ല, നല്ല സൂപ്പറായി. ഒത്തിരി റിസൾട്ട് എന്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്. മൂക്ക് ചെന്നിക്കുത്ത് മാറി, വർഷങ്ങളായിട്ടുള്ള ചെന്നിക്കുത്താണ്, അത് മാറി. എന്റെ മോനാണെങ്കിൽ ഒരു ചെറിയ വല പോലും വീട്ടിലുണ്ടാവാൻ പാടില്ല. വെളുപ്പിന് എണീറ്റ് കിടന്ന തുമ്മലും മൂക്കുകടി, ആ റിസൾട്ട് എന്റെ മോന് കിട്ടി. അങ്ങനെ പറയാനാണെങ്കിൽ യൂനിസ് ബായി ഒക്കെ പറഞ്ഞ മാതിരി ഇന്ന് ഒരു ദിവസം പറഞ്ഞാലും നമുക്ക് റിസൾട്ട് തീരില്ല. കൊടുത്തവരുടെ റിസൾട്ടുകൾ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ഇതൊന്നും പോരാ. ഒരു ദിവസം ഓരോരുത്തർക്ക് അവസരം കൊടുക്കാം, ഓരോ വ്യക്തികളും ഓരോ ദിവസം സംസാരിക്കട്ടെ. അപ്പൊ ഈ വെള്ളം പറയുന്നത് എന്താ ദംസം വെള്ളം പോലെയാണ്. ഈ കണ്ണ് കഴുകാനും എന്റെ ജീവനാണ് ഈ വെള്ളം. ഏറ്റവും കൂടുതൽ എന്നെ എവിടെ പോയാലും എല്ലാവർക്കും അറിയാം, എന്റെ ഒരു കുഞ്ഞിനെ പോലെ കുപ്പി ഉണ്ടാവും. ഈ റിസൾട്ട് കിട്ടാത്തവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ പറയുന്ന പോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് മരുന്നേ കഴിക്കേണ്ടി വരില്ല. പിന്നെ ഇത്രയൊക്കെ പറയാൻ എനിക്ക് ഒത്തിരി ഉണ്ട്. പക്ഷെ ഇനി പുതിയ ആൾക്കാർ പറയട്ടെ എന്നോർത്താണ് ഞാൻ വെയിറ്റ് ചെയ്തതും. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഫുൾ ടൈം ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. പാലക്കാട് ഭഗത് സാറ് ലൈനിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ഭഗത് സാറിന്റെ ഫാമിലി?
ഇല്ല, വേറെ ആരെങ്കിലും? എല്ലാവർക്കും ഓക്കെ, നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാൻ എന്താന്നുള്ളത്, ഞാൻ നേരത്തെ തന്നെ ഒരു ബിസിനസ് വുമൺ ലേഡി ആയിരുന്നു. ഒരേ സമയം തന്നെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് എനിക്ക് കാറ്ററിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ വീട് ഇവിടെ എടപ്പള്ളി ലുലുമാളിന്റെ അമൃത ഹോസ്പിറ്റലിന്റെ അടുത്താണ്. അപ്പൊ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന കാറ്ററിംഗ് ജോലി ഉണ്ടായിരുന്നു, സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. എനിക്കൊരു 2 ലേഡീസ് ടൈലറിംഗ് ഷോപ്പ് തുണിക്കടയും കൂടി ഉണ്ടായത്. കൊറോണയുടെ സമയത്ത് അത് നിർത്തേണ്ടി വന്നതിന്റെ പേരിലാണ് കാറ്ററിംഗിലോട്ട് മാറിയത്. അപ്പൊ സ്റ്റിച്ചിങ്ങും കാറ്ററിംഗും ഡേ കെയർ ഉണ്ടായിരുന്നു. അതുകൂടാതെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഒരേ സമയം 5 ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അത്യാവശ്യം വരുമാനമൊക്കെ ഒരു 1 lakhന്റെ അടുത്ത് ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പൊ നമ്മള് അത് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ കൈയുടെ ഷോൾഡർ ഒടുങ്ങി വിരലുകൾ വരെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് ട്രിഗൽ തമ്പ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നായിരുന്നു. അപ്പൊ കൈ അനക്കാൻ പറ്റില്ല. പിന്നെ സ്റ്റിച്ചിങ് വർഷങ്ങളായിട്ട് ചെയ്യുന്നതിന്റെ പേരിൽ കത്രിക പിടിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും, പിന്നെ കിച്ചണിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർക്കും ഈ ട്രിഗൽ തമ്പ് എന്ന് പറഞ്ഞ ഒരു അസുഖം സ്വാഭാവികമായിട്ട് വരുന്നതാണെന്ന് ഓർത്തോ സർജൻ എന്നോട് പറഞ്ഞ്. മഞ്ഞമ്മൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ വളരെ പ്രശസ്തനായിട്ടൊരു ഓർത്തോന്റെ ഡോക്ടറെയാണ് കണ്ടത്. അപ്പൊ എൻ്റെ കൈയുടെ വിരലുകളുടെ നിറമൊക്കെ മാറി കറുത്ത കളർ പോലെ വന്ന് ഭയങ്കര വേദനയായിരുന്നു. വേദനയെന്ന് വെച്ചാൽ കട്ടുകഴുപ്പ്, മരവിപ്പ്, അങ്ങനെയുള്ള ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്ത വേദനകള്, പലതരം വേദനകള്. ആ ഒരു ടൈമിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാഞ്ഞിട്ടുള്ള ഒരു വേദന എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമെന്ന് ഞാൻ പറയും. കാരണം ഞാൻ അത് അനുഭവിച്ചതിന്റെ പേരിലാ പറയണ. അപ്പൊ ഡോക്ടർ എന്റെ കൈ കണ്ടപ്പോ തന്നെ ഡോക്ടറുടെ ഭാഗമായിട്ട് എൻ്റെ കൈയുടെ വിരലുകളൊക്കെ പിടിച്ചങ്ങോട്ട് ഞെരിച്ച് വേദന എന്തോരം ഉണ്ടെന്ന് അറിയാൻ. ഞാൻ അവിടുന്ന് ശരിക്കും 2 കണ്ണീന്ന് കണ്ണീര് ഒഴുകണ ഒരവസ്ഥയില് ഡോക്ടർ പറഞ്ഞ് വേദന കൂടുതലാ, സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലം വേദന കുറയാനായിട്ട് അവിടെ ഫിസിയോതെറാപ്പി ചെയ്ത് മെഡിസിൻ തന്ന് ഇഞ്ചക്ഷൻ എടുത്ത് അടുത്ത ആഴ്ച സർജറി ഫിക്സ് ചെയ്ത് ഡോക്ടറുടെ ഡയറിയിൽ എഴുതി. അപ്പൊ ഫിസിയോതെറാപ്പി അവിടെ ചെയ്തിട്ട് 20 മിനിറ്റ് കൊണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് എത്താവുന്ന ദൂരമേ ഉള്ളൂ. അപ്പൊ ഫിസിയോതെറാപ്പി ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്ത് എൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും വീണ്ടും വേദന വരും. ഇത് തന്നെ അവസ്ഥ. മെഡിസിൻ കഴിച്ചു കഴിഞ്ഞിട്ടും കുറവില്ല. അതേസമയം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈഫിന് കാലുവേദനയാണെന്നും പറഞ്ഞിട്ട് ഈ ബയോടെറിയത്തിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോണ സമയത്ത് എന്നെ വെറുതെ വിളിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മാഷേ എനിക്ക് ഇങ്ങനെ കൈവേദനയായിട്ട് തീരെ വയ്യാതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു അടിപൊളി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാ. അദ്ദേഹം ഭാര്യയുടെ കാലുവേദന തൽക്കാലം മാറ്റി വെച്ച് എന്നിൽ ഈ പ്രൊഡക്റ്റ് തന്നിട്ട് പരീക്ഷണം നടത്തി. ഈ പ്രൊഡക്റ്റ് റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഭാര്യക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഭാര്യയുടെ കാലുവേദനയ്ക്ക് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ഉണ്ടെന്ന്, ഇത് മേഡം ഉപയോഗിക്കുക, ഇത് അടിപൊളി സാധനമോ, എന്നിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞു. എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച് ഈ ഒരു സാധനം കെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത്രയും വലിയ വേദന മാറുന്നെന്ന് ചോദിച്ച്, ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ എൻ്റെ വേദനക്ക് കുറവ് വന്നു. പക്ഷെ എനിക്ക് കുറച്ച് അഹങ്കാരം ഉള്ളതിന്റെ പേരിൽ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഓർത്ത് 1-2 ദിവസം മെഡിസിൻ കഴിച്ച് ഫിസിയോതെറാപ്പി ചെയ്തല്ല, അതിന്റെ റിസൾട്ട് ആയിരിക്കും എന്ന് ഓർത്ത് പ്രൊഡക്റ്റ് എടുത്ത് മാറ്റി വെക്കും, വേദന കൂടും. എന്നിട്ട് സമ്മതിച്ചില്ല. 1-2 ദിവസം ഞാൻ ഇത് തന്നെ പരീക്ഷിച്ചു. ഞാൻ ഗുളിക മാറ്റി വെച്ച് കഴിക്കാതെ നോക്കിയപ്പോ എനിക്ക് പ്രൊഡക്റ്റിൽ നിന്നാണ് റിസൾട്ട് കിട്ടിയത്. മെഡിസിൻ കഴിക്കുമ്പോ വീണ്ടും വേദന വരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇത് കൊള്ളാൻ തോന്നി. മനുഷ്യനല്ലേ, ഈഗോ ഉള്ളതിന്റെ പേരിൽ അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ. എന്നിട്ട് എനിക്ക് പ്രൊഡക്റ്റ് തന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, വേദനക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ 5 ദിവസത്തോട്ട് മെഡിസിൻ തന്ന 5ാമത്തെ ദിവസം ഡോക്ടറെ ചെന്ന് കണ്ട്. അപ്പൊ ഡോക്ടർ എൻ്റെ കൈ പിടിച്ച് വീണ്ടും ഞെരിച്ച്. ഞാൻ കൂളായിട്ടിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ച്, ഇപ്പൊ വേദനയൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പൊ എനിക്ക് വേദനയില്ല, കുഴപ്പമില്ല. പക്ഷെ ഡോക്ടറോട് ഒരിക്കലും ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പറഞ്ഞില്ല. അവര് വർഷങ്ങളോളം മെഡിക്കൽ സയൻസും പഠിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് അന്ന് എനിക്ക് അറിയാത്ത
എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്നാലും എന്റെ രോഗം മാറി മതി. അപ്പൊ അതുകൊണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു തൽക്കാലം ഇപ്പൊ സർജറിയെ പറ്റി ആലോചിക്കേണ്ട, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയെ പറ്റി ആലോചിക്കാം, മെഡിസിനും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹാപ്പിയായി. വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് എനിക്ക് അടിപൊളി ഒഴിവായി, അടിപൊളി. എന്റെ കൈ നല്ല രീതിയിലായി. അപ്പൊ എനിക്ക് തോന്നി പിന്നീട് ഇത് ഞാൻ ഈ റിസൾട്ട് കിട്ടിയിട്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു 3 വർഷത്തോളായി. അപ്പൊ ഈ നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ഡാനി സാറിനെയൊക്കെ ഞാൻ അറിയുന്നത് അതിൽ കൂടിയാ. 3 വർഷത്തിന് മുമ്പ് ഇതിന്റെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞപ്പോ എന്നോട് വരണം എന്ന് പറഞ്ഞു. ക്ലാസ് ഹോട്ടലിൽ ചെന്ന് അന്നേരം മനോജ് സാറ് 50,000 രൂപ പോലും ആയിട്ടില്ല. സാറിന്റെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള അവതരണം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് കൊള്ളാലോ എന്ന് തോന്നിയിട്ട് ഞാൻ അതിനകത്ത് അസോസിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഉണ്ണാൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഊട്ടുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തോന്നി. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ നിർത്തേണ്ടി വന്നു. വീണ്ടും ഇതിനകത്തോട്ട് എന്റെ പ്രിയപ്പെട്ട ലീഡർ ജോയ് പീറ്റർ സാറ്, അന്നേ സാറിന് ആ ഒരു ബയോട്ടോറിയം പ്രോഗ്രാമിൽ വെച്ചിട്ടുള്ള പരിചയം. അപ്പൊ സാറ് പറഞ്ഞു ഇത് നമുക്ക് ഒന്നുകൂടി നോക്കാം എന്ന് പറഞ്ഞതിന്റെ പേരില് ഏതൊരു ദൈവത്തിന്റെ ശക്തി പോലെ സാറ് വീണ്ടും എന്നെ കൈപിടിച്ച് ഈ ബയോട്ടോറിയം ബിസിനസ്സിലോട്ട് കൈപിടിച്ച് ഉയർത്തി. ഞാൻ അന്ന് ഒരു 1000 കൂടുതൽ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുത്തതാ. എല്ലാരും 100% റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ ഞാൻ വീണ്ടും ഈ ബിസിനസ്സിലോട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ജോയ് പീറ്ററിന്റെ സാറിന്റെ ഈശ്വരാനുഗ്രഹത്താല് എന്റെ കൂടെ ഇപ്പൊ വളരെ കുറച്ച് ആളുകൾ കൂടി ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് റിസൾട്ട് കിട്ടി ഞങ്ങള് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല രീതിയിൽ നമുക്ക് ഉണ്ണാൻ കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഊട്ടുകാര് കാണിച്ചു കൊടുത്തിട്ട് ഇന്നലെ അതെ തീർച്ചയായും പറഞ്ഞതുപോലെ തീർച്ചയായും. ഇവിടെ അതെ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, കഴിയുന്നതും എല്ലാവരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. ഓക്കെ ഓക്കെ വെൽക്കം. ഈ രീതിയിലാണ് ഇതിന്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീകുമാർ സാറ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം നമസ്കാരം, പറയൂ സാർ. എന്റെ പേര് ശ്രീകുമാർ, കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റാണ്. കൊല്ലം ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റാണ്. ഞാൻ വരാനുണ്ടായ കാരണം, ഞാൻ എല്ലാവരോടും എനിക്ക് 15 വർഷമായിട്ടുള്ള അലർജി 7 ദിവസം കൊണ്ട് മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് എടുക്കാനുള്ള കാരണം. എൻ്റെ അമ്മയുടെ വെരിക്കോസ് വെയിൻ, പെങ്ങളുടെ ഇയർ ബാലൻസിങ്, അങ്ങനെ 100 പേരുടെ ഹൈ റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുത്തത്. ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് റിസൾട്ടുകളുണ്ട്. അതൊന്നും ഇപ്പം പറയുന്നില്ല. എനിക്കിതിൽ മാത്രം പറയാനുള്ളത്, എനിക്ക് ഇപ്പൊ സൂമിൽ ഇരുന്നപ്പോ ഒരു വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. ഇന്നലെ ഭഗത് സാറ് പാലക്കാട് നിന്ന് പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായി. ട്രെയിൻ വൈകിയെന്നും പറഞ്ഞുകൊണ്ട് ഇത്തിരി വൈകിയാണ് വന്നത്. ഇന്ന് അദ്ദേഹം വീഡിയോയിൽ ഇരിക്കുമ്പോ അച്ഛനെയും അമ്മേനെയും എല്ലാരെയും അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. വളരെ ഡെഡിക്കേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ വിൽ അപ്രീഷിയേറ്റ് സാർ. എന്തായാലും നമ്മുടെ ടൈം വളരെ 7:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് പറയാനുള്ള അടുത്ത ഞായറാഴ്ചത്തേക്ക് നമുക്ക് ഒരു ദിവസം മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതോടൊപ്പം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തരും ഓരോ ദിവസവും പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മൊത്തത്തിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് ഒരു ദിവസം ഫുള്ള് ഓരോരുത്തർക്ക് കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊടുക്കാം. എന്തോ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തു. ഭഗത് സാർ പറയുന്നുണ്ട് എന്തെങ്കിലും? ഭഗത് സാർ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ ഇത് നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ. രാവിലെ അപ്പൊ അവരുടെ വീട്ടിലേക്ക് വന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവര് സൂം അറ്റൻഡ് ചെയ്യണ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ അവർക്കത് കാണിച്ചു കൊടുക്കാനും അവരെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പൊ അവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഏട്ടന്റെ വീട്ടില് ഒരാള് ഒരു 6 വർഷമായിട്ട് സ്ട്രോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ ജസ്റ്റ് ഇരിക്കുക മാത്രമേ ഉള്ളൂ, നടക്കുമ്പോ പിടിച്ചു നടക്കും, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ്. അപ്പൊ രാവിലെ അവരെ 2 വീട്ടുകാരെ ഇത് അറ്റൻഡ് ചെയ്യിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ കൂടിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നത്. അടിപൊളി അടിപൊളി. അപ്പൊ അവര് ഇവിടെ ഇതേ ഏട്ടനാണ്. പുള്ളിക്ക് നമ്മുടെ റിസ്റ്റ് ബാൻഡ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. റിസ്റ്റ് ബാൻഡ് പ്രൊഡക്റ്റ്. അപ്പൊ അവർക്ക് ഇതിനെ പറ്റി ബെനിഫിറ്റുകൾ കിട്ടാനും അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് രാവിലെ അങ്ങോട്ട് വന്നതാണ്. സൂപ്പർ സൂപ്പർ. ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ.
അപ്പൊ എന്തായാലും ഇതാണ് അദ്ദേഹത്തിന്റെ ഒക്കെ എഫേർട്ട്. കാരണം രാവിലെ വീട്ടിലിരിക്കാതെ ഭാര്യയുടെയും മക്കളുടെ അടുത്ത് ഇരിക്കാതെ അടുത്ത വീട്ടില് ജസ്റ്റിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇതേ രീതിയിലുള്ള ആളായി മാറുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനെ നെഞ്ചിലെത്തിക്കൊണ്ട് മാക്സിമം ആളിലോട്ട് എത്തിക്കുന്ന പ്രാർത്ഥനകളിലും നേടുന്ന ഒരാളായി മാറുക. ഇന്നിപ്പോ ഭാസ്കരൻ സാറ് രാവിലെ സംസാരിക്കാൻ വന്നപ്പോൾ റേഞ്ച് ഒന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഞാൻ നോക്കിയിട്ട് സാറിനെ കണ്ടില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഭാസ്കരൻ സാറിനോട് സംസാരിപ്പിക്കാം. പിന്നെ പുഷ്കരൻ സാർ സംസാരിച്ചു, സെലീമിക്ക സംസാരിച്ചു, ഡോക്ടർ രാജു സാർ സംസാരിച്ചു. അദ്ദേഹം ഒന്ന് രണ്ട് ടിപ്സുകൾ നമുക്ക് പറഞ്ഞു തന്നെ എല്ലാവർക്കും മനസ്സിലുണ്ടാകണം. എല്ലാ സൂമും നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കുറേ അവയർനെസ്സുകൾ നമുക്ക് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ ഒഴികെ മറ്റ് ദിവസങ്ങളിലുള്ള മറ്റ് 6 ദിവസങ്ങളിലുള്ള പല ലീഡേഴ്സും എടുക്കുന്ന പല പല ടോപ്പിക്കിലാണ്. ഞാനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. കാരണം ഒരു അന്തവും കുന്തവും ഇല്ലാതെയാണ് ഞാൻ തുടങ്ങുന്നത്. എവിടെ എത്തിക്കും എവിടെ തീർക്കും എന്നുള്ള അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. കാരണം ഞാനൊക്കെ എന്റെ ലൈഫ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു പക്ഷേങ്കിലും ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ലൈഫ് വെച്ചിട്ടാണ് അവര് സംസാരിക്കുക. അപ്പൊ എല്ലാവരും മാക്സിമം സൂമ് പോലുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഗ്രാമുകൾ എല്ലാം അറ്റൻഡ് ചെയ്യുക. നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് വളരെ ഹെവി, മറ്റാർക്കും കിട്ടാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു കമ്പനിയാണ്. നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ പറ്റുന്ന ലൈഫ് ഈസ് സൂപ്പർ മാർക്കറ്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ, വേണ്ട വേൾഡിലുണ്ടെങ്കിൽ അത് eBioTerra മാത്രമുള്ളൂ എന്ന് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. എന്നിട്ട് അതിനെ നെഞ്ചിലേറ്റണം. നെഞ്ചിലേറ്റിയാൽ മാത്രം പോരാ, അതിനെ ആളുകളോട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള നല്ലൊരു ലിസ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം ആളുകളോട്ട് എത്തിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും ഏറ്റവും നല്ല രീതിയിൽ വരുമാനം എടുത്തുകൊണ്ട് ഒരു ലെജൻഡറി പേഴ്സണാലിറ്റിയെ മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ടായിരിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് eBioTerra.